എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിനെയും നയനെയും കാണാനായിട്ട് മീഡിയാസ് അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പുറത്ത് വന്ന ന്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന്. അന്നേരം ആദർശ് പറയും, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പൊടുപ്പും തൊങ്ങലും വെച്ച് കഥ ഉണ്ടാക്കുന്നതാണല്ലോ നിങ്ങളുടെ പണി. അത് തന്നെ നടക്കട്ടെ, ഇതിൻ്റെ അകത്ത് എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല എന്ന് പറയുന്നു. അന്നേരം നയനോട് ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ ബെസ്റ്റ് ഡിസൈനർ അല്ലേ മാഡത്തിന് ഭർത്താവിൽ ഇതുപോലൊരു ആരോപണം ഉണ്ടായപ്പോൾ എന്താണ് തോന്നിയത്? വിഷമം തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, വിഷമം തോന്നാൻ എൻ്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? പുറമേ ഉണ്ടാകുന്ന കഥകൾ കേട്ട് വിഷമിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെയും അകത്തെത്തുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും വന്നുണ്ട്. അന്നേരം ജയനോടും ഒക്കെ ഇവർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മുത്തശ്ശൻ വന്നു കഴിയുമ്പോൾ മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൻ്റെ കൊച്ചുമോനാകുമ്പോൾ നിങ്ങൾ എന്നോട് വന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചുമകനെ ന്യായീകരിച്ചല്ലേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സത്യങ്ങൾ അറിയാൻ എന്താണ് ചെയ്യേണ്ടത്? അത് അന്വേഷിച്ച് കണ്ടെത്തുക, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. അതാണ് വേണ്ടത്. അല്ലാതെ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുവല്ല ചെയ്യേണ്ടത് എന്ന് പറയും. അന്നേരം അവർ വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ്. എന്നാലും ഇങ്ങനൊരു സംഭവം നടന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആരോപണം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയുടെ സ്വർണം പത്തരമാറ്റാണ്. അതിൻ്റെ അകത്ത് കളങ്കമൊന്നുമില്ല എന്നറിയാവുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും യാതൊരു സന്ദേഹവുമില്ലാതെ അത് വന്ന് വാങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതവും. ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ ആരോടും പറയാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആരോപണങ്ങളിൽ മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഈ വീടിന് പുറത്ത് കടന്നതിന് ശേഷം എന്ത് കഥകൾ വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇനി മേലാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരോട് ഇത്തിരി രൂക്ഷമായി സംസാരിക്കുകയാണ് മുത്തശ്ശൻ. അത് കഴിഞ്ഞ് കുറേ അവരൊക്കെ ചോദിച്ചു നോക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമോയെന്ന്. കിട്ടാതെയാകുമ്പോൾ ആകെ വിഷമിച്ച് അവർ അവിടുന്ന് പോകുന്നു. വന്നത് വെറുതെ ആയല്ലോ എന്ന് പറഞ്ഞാണ് അവരെല്ലാം അവിടെ നിന്ന് പോകുന്നത്. അന്നേരം അജയൻ പറയുന്നുണ്ട്, മീഡിയാസാണ് അവരെ പിണക്കി വിടണ്ടായിരുന്നു. ഇനി അവർ എന്തൊക്കെ രീതിയിലുള്ള കഥകളാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ചെയ്യേണ്ടത്? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് അവരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർ കഥകൾ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയും. എന്നിട്ട് ആദർശനോടും നയനോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് വന്നേക്കും, നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ അവരവിടുന്ന് പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ജലജ ഓടി അഭിയുടെ അടുത്ത് വരും. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നീ കണ്ടോ? താഴെ മീഡിയാസൊക്കെ വന്നായിരുന്നു എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കണ്ടു അമ്മേ. പക്ഷേ അവിടെ വന്ന് സന്തോഷത്തോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങോട്ട് വരാൻ മേലാത്തത്? നീ സന്തോഷിച്ചെന്നോർത്ത് എന്താ കുഴപ്പം? നീയല്ലല്ലോ തെറ്റ് ചെയ്തത്, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഇനിയും എൻ്റെ ജോലിയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ വെറും സ്റ്റാഫല്ലേ, ഇനി നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാനാ എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, എന്നെ സ്റ്റാഫ് ആക്കിയാലും എൻ്റെ ശമ്പളത്തിലൊന്നും അവൻ കുറവ് വരുത്തിയിട്ടില്ല. ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്നോർത്താണ് നമ്മൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇവിടെയുള്ളവർ ആരും അറിയണ്ട. പിന്നിൽ നിന്ന് നമുക്ക് കളിച്ചാൽ മതി, മുന്നിൽ നിർത്താൻ നമുക്ക് നല്ല ഒന്നാന്തരം ഒരാളെ കിട്ടിയിട്ടുണ്ട് അനാമിക. അവൾ എല്ലാ കാര്യങ്ങളും ഇനിയും തുറന്നു പറയും. ഇനിയും പല രഹസ്യങ്ങളും പുറത്താകാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് രഹസ്യം എന്ന്. അന്നേരം അമ്മ കണ്ടോ, ഇതെല്ലാം പൊളിച്ചടുക്കും അവൾക്ക് പിന്തുണയായിട്ട് പുറകിൽ ഞാനും ഉണ്ടാകും എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ചെക്കിങ്ങിനായിട്ട് നിൽക്കുമ്പം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനെ പിടിക്കും. അവന് ലൈസൻസ് ഇല്ല എന്ന് തോന്നും. അതിനെപ്പറ്റി നന്ദു സംസാരിക്കുമ്പം അവൻ പറയുന്നുണ്ട്, സാറിന് എന്നെ അറിയില്ലായിരിക്കും, പക്ഷേ ഈ SI സാറിനെ എന്നെ അറിയാം, എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം പഞ്ചായത്ത് പ്രസിഡൻ്റെ മോനാണോ എന്നിങ്ങനെ നന്ദു ചോദിക്കുന്നതേക്കും അങ്ങോട്ട് സച്ചിദാനന്ദൻ വരുവാണ്, CA. അന്നേരം അങ്ങേര് ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനായാലും മുഖ്യമന്ത്രിയുടെ മകനായാലും ഈ നാട്ടിൽ ഒരു നിയമമേ ഉള്ളൂ എന്ന്. എന്നിട്ട് നിൻ്റെ ലൈസൻസ് എന്തിയടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഈ നാട്ടിലൂടെ എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ലെന്ന്. അന്നേരം അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട്, എങ്കിലേ ഇത് നിൻ്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇല്ലേ, അങ്ങേരോട് പോയി പറഞ്ഞേരേ എന്ന് പറഞ്ഞ കാരണത്തിൻ്റെ ഒരു അടി കൊടുക്കും. എന്നിട്ട് പറയുവാണ്, നിൻ്റെ അച്ഛന് ഭയങ്കര ഹോൾഡാണെന്നല്ലേ പറഞ്ഞേ, എന്നാൽ നീ ഈ കാര്യം അങ്ങ് പോയി പറയുക. അന്നേരം എന്നെപ്പറ്റി ഇവിടെയുള്ളവരെല്ലാം ചർച്ച ചെയ്തോളും, ഞാനിവിടെ വന്ന കാര്യം എല്ലാവരും അറിയുകയും ചെയ്യും, അതാണല്ലോ നല്ലത്, ചെല്ല് എന്ന് പറഞ്ഞാൽ അവൻ അവിടുന്ന് പറഞ്ഞു വിടുക. എന്നിട്ട്
നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാൻ പണ്ട് ബോർഡറിലായിരുന്നു, അന്നേരം ശരീരമൊക്കെ ഒന്ന് നന്നായിട്ട് അനങ്ങുമായിരുന്നു, ഇവിടെ വന്നപ്പോൾ അതിനുള്ളൊരു ചാൻസ് കിട്ടുന്നില്ലായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് 2 ഡയലോഗ് അടിക്കും. എന്നിട്ട് ഇനി നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങ് പോവുക. അന്നേരം അവിടെ നിൽക്കുന്ന ASI വന്നിട്ട് പറയുന്നുണ്ട്, ആ സാറിന് ഈ ഒരു ലൈസൻസിൻ്റെ പേരിൽ അവനെ തല്ലേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നതെന്ന്. അന്നേരം അങ്ങേര് പറയുവാണ്, ഇതിപ്പം വല്ല ട്രാൻസ്ഫർ ആണെങ്കിൽ കുഴപ്പമില്ല, സഹിക്കായിരുന്നു, അത് അങ്ങനെ ആകുകയില്ല അവർ പ്രതികരിക്കുന്നത്, ചിലപ്പം ദേഹത്ത് മണ്ണ് പറ്റും എന്നിങ്ങനെ പറയുക കേട്ടോ. അതുപോലെ തന്നെ CI പോകുന്നതിൻ്റെ പുറകെ 2 ഗുണ്ടകളും പോവുകയാണ്. പിന്നെ എന്നിട്ടൊരു ഇടവഴിയിലെത്തുമ്പോഴേക്കും അങ്ങേരെ ചവിട്ടി താഴെയിടും. എന്നിട്ട് ഭയങ്കരമായ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കുറച്ച് നേരം പിടിച്ച് നിൽക്കും CI, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണു പോവുകയാണ്. അന്നേക്കും അങ്ങോട്ടേക്ക് നന്ദുവും പോലീസുകാരും വരുന്നു. പിന്നെ നന്ദുവിൻ്റെ മാസ് പ്രകടനമാണല്ലോ, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനിട്ട് ഞാൻ കൊടുത്തതിൻ്റെ പകരമായിട്ട് നിങ്ങൾ ചെയ്തതാണ് എന്ന്. അവനും അവൻ്റെ അച്ഛനും ഒക്കെ എത്രത്തോളം പിടിപാടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഇത്ര സമയം കൊണ്ട് എൻ്റെ പുറകെ നീയൊക്കെ വന്നത്. എങ്കിൽ നീയൊക്കെ ഓർത്തോ, അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല ഞാനിവിടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. CA എടുത്തിട്ട് അടിച്ച ആളെ, എന്നിട്ടും അവന്മാരെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് ബൈക്കിൽ കയറി പോകാൻ തുടങ്ങുമ്പം ദേഹത്തിലൊക്കെ ഭയങ്കര വേദന. അന്നേരം അതിലുള്ള ഒരു കോൺസ്റ്റബിളിനോട് പറയുവാണ്, എൻ്റെ ബൈക്ക് ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ ജീപ്പിന് വരാമെന്ന് പറയും. എന്നിട്ട് നന്ദുവിൻ്റെയൊക്കെ കൂടെ ജീപ്പിന് കയറി പോരുവാണ്. പിന്നീട് ജാനകിയാണ് കാണിക്കുന്നത്. ജാനകി ആദർശിനെ കുറിച്ചുള്ള ന്യൂസൊക്കെ കണ്ടു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അജയൻ വരുന്നത്. എന്നിട്ട് അത് ഓഫ് ചെയ്യും. എന്നിട്ട് ഇതെന്തിനാ ഇവിടെ വെക്കുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇതുപോലുള്ള കളത്തരങ്ങൾ കേൾക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കാണുന്നതിന്, ഇതൊക്കെ നടന്ന കാര്യമല്ലേ, പിന്നെ ഇതിനെ മാത്രം വിഷമിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൻ്റെ മരുമകളാണോ എന്ന്. അന്നേരം ജാനകി പറയുവാണ്, ഇനിയിപ്പം എൻ്റെ മരുമകളാണെങ്കിൽ തന്നെ ഞാൻ അതിന് തെറ്റ് പറയുകയില്ല, അവളെ ഇവിടുന്ന് ചാടിക്കാൻ വേണ്ടി ഇവിടെ ഓരോരുത്തരും ഒരുപാട് കളികൾ നടത്തി, അതിൻ്റെ പ്രതിഫലമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യം വന്നിട്ട് അജയൻ എന്നും പറയുന്ന പോലെ അവളുടെ കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സ്ഥലം അവരുടെ പേരിലല്ലായിരുന്നു, പിന്നെ സ്വർണം വിറ്റ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അതുപോലെ ഒരു കാറ് മേടിച്ചു കൊടുത്തായിരുന്നല്ലോ, ആ കാറും ഇപ്പം അവരുടെ കയ്യിലില്ലല്ലോ. അന്നേരം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കടത്തി മുങ്ങി നിൽക്കുവാണ് വേണു, അതുപോലെ അതിനനുസരിച്ച് നമ്മളുടെ അടുത്ത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഓരോ കളത്തരങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളുടെ മകളെ മരുമകളായിട്ട് സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു, നമ്മുടെ മകനും താല്പര്യമില്ല, പിന്നെ നിനക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം ജാനകി പറയുവാണ്, എൻ്റെ മരുമകളെ ഇനി ഒരിക്കലും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയിപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം അജയൻ പറയുന്നുണ്ട്, ബാക്കിയെല്ലാം പോട്ടെ എന്ന് വെച്ചാലും എൻ്റെ ഏട്ടത്തിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ അവളെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് എൻ്റെ മരുമകളൊന്നുമല്ല ചെയ്തത്, അവളെ പുറത്താക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ കഥകളാണ് ഇതെല്ലാം, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നും പറയുന്ന പോലെ കുറേ കുറ്റങ്ങൾ പറയുവാണ് നയനെ. എന്നിട്ട് കയറി പോകുന്നു. അന്നേരം ഒരു തരത്തിലും അങ്ങ് ജാനകി നേരായ വഴിക്ക് വരുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നിൽക്കുവാണ് അജയൻ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിന് ഒരു മെസ്സേജ് വരുവാണ് നമ്പറിൽ നിന്ന്, അത് അനിയാണ്. അനി വോയിസ് അയച്ചിട്ടുണ്ട്, ഇതെൻ്റെ പുതിയ നമ്പറാണ്, ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്പറിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞ്. അത് കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് നന്ദു. അന്നത്തേക്കും സച്ചിദാനന്ദൻ വിളിക്കും, അങ്ങോട്ടൊന്ന് ചെല്ല് എന്ന് പറഞ്ഞ്. അവിടെ ചെന്ന് സല്യൂട്ടൊക്കെ കൊടുത്ത് ഇരുന്ന് കഴിയുമ്പോഴേക്കും കുറേ പേപ്പറുകൾ എടുക്കുവാണ്. അന്നേരം നന്ദു ചോദിക്കും, ഇതൊക്കെ എന്താ സാറിന്. അന്നേരം പറയുവാണ്, ഇതൊക്കെ പ്രേമലേഖനങ്ങളാണ്, ഞാൻ ഓരോ സ്റ്റേഷനിൽ ഇരുന്നപ്പം എനിക്ക് കിട്ടിയതാണ്, പക്ഷെ ഒന്നിലും ഞാൻ വീണിട്ടില്ല കേട്ടോ എന്ന് പറയും. അന്നേരം ഒരു വളിച്ച് ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുവാണ് നന്ദു അവിടെ. നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദുവിനോട് ചോദിക്കും, തൻ്റെ വിവാഹം കഴിഞ്ഞതാണോ എന്ന്. അന്നേരം അല്ല എന്ന് പറയുമ്പോൾ, ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് നന്ദുവിനോട് ഒരു ഇഷ്ടമുള്ളതുപോലെ തന്നെ സംസാരിക്കുന്നു. പിന്നെ കുറേ പൊങ്ങച്ചും ഇതെല്ലാം കേട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നന്ദു ചോദിക്കും, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങേര് തിരിച്ചു ചോദിക്കുവാണ്, നന്ദുവിന് എന്നോട് എന്തെങ്കിലും പ്രത്യേകം പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അന്നേരം ഒന്നുമില്ല സാർ എന്ന് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, പൊക്കോ, പക്ഷേ ഞാൻ ഇടയ്ക്ക് വിളിക്കും കേട്ടോ എന്ന് പറയുവാണ്. നന്ദു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നന്ദുവിനെ നോക്കി ഇങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ ഇരിക്കുവാണ് അങ്ങേര്. എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുക, ഏതായാലും എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകും ഉടനെ തന്നെ, അന്നേരം തനിച്ചു പോകില്ല, ഞാൻ നന്ദുവിനെയും കൊണ്ടേ പോകൂ എന്ന്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സച്ചിദാനന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.